ഹായ് നമസ്കാരം. ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. മോട്ടിവേഷൻ കൊണ്ടുള്ള ഏറുകളിയാണ്. എവിടെ നോക്കിയാലും മോട്ടിവേഷൻ. സ്കൂളിൽ പോയാൽ, കോളേജിൽ പോയാൽ, പുറത്ത് പോയാൽ എത്ര മോട്ടിവേറ്റർ. യൂട്യൂബ് തുടങ്ങിയ മോട്ടിവേറ്റർ, ടി വിയിൽ മോട്ടിവേറ്റർ, എല്ലാവരും മോട്ടിവേറ്റേഴ്സാണ്. പക്ഷേ നോ യൂസ്. ആർക്കും ഗുണമില്ല. കുട്ടികൾ കൊല്ലുന്നു, 4 ആളെ കൊല്ലുന്നു, 5 ആളെ കൊല്ലുന്നു, മയക്കുമരുന്നടിക്കുന്നു, പിന്നെ സഹപാഠിനെ കൊല്ലുന്നു, ചെറിയ ചെറിയ ഇമോഷൻസ് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല, സൂയിസൈഡ് ചെയ്യുന്നു, നാട് വിടുന്നു. ഈ മാത്രം മോട്ടിവേറ്റേഴ്സ് ആൾക്കാരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? കാരണങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ PTA മീറ്റിംഗ് ഉണ്ട്, രക്ഷിതാക്കളുടെ മീറ്റിംഗ് ഉണ്ട്. ആഴ്ചക്ക് അതിന് പോയിട്ടില്ലേ ഭയങ്കര പ്രശ്നമാണ്. അധ്യാപകർ ഭയങ്കര സംഭവമാണ്. എല്ലാം സംഭവം, സിസ്റ്റമെല്ലാം ഭയങ്കര സംഭവം തന്നെയാണ്. പക്ഷേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുമ്പൊന്നും ഇത്ര വലിയ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല. ഇത്ര ക്രമാസക്തമായിട്ടൊന്നും കുട്ടികൾ ബിഹേവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ പാടിക്കേണ്ട പ്രശ്നം എന്നാന്ന് പറഞ്ഞാൽ പേടിയില്ല. ആർക്കും ആരെയും പേടിയില്ല. ഒന്നുകിൽ നിയമത്തിന് പേടി വേണം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും പേടി വേണം. പണ്ടൊക്കെ കാരണവന്മാർ എന്ന് പറയുന്നത്, വീട്ടിലൊരു കാരണവർ ഉണ്ടാവും, അയാൾ പേടിച്ചിട്ടായിരിക്കും എല്ലാവരും. നാട്ടിലൊരു പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടാവും, അവരെ പേടിച്ചിട്ട് കുട്ടികളടക്കും. ഒരു വീട്ടിലെ കുട്ടികളെ വേണമെങ്കിൽ ഒരുപാട് വീടുകളിലെ കുട്ടികളെ ആ നാട്ടിലെ ഒരാൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇന്ന് ആർക്കും ആരോടും വിലയുമില്ല, പേടിയില്ല. പിന്നെന്ത് മോട്ടിവേഷൻ ഉണ്ടായിട്ട് എന്ത് കാര്യം? അപ്പോൾ കുട്ടികൾ വഴിതെറ്റും. അപ്പോൾ ഒന്നാമത്തത് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അത് പേടി. കുട്ടികളിലുണ്ടാകുന്ന, നമുക്ക് പൊതുവെ വീടുകളിൽ എല്ലാം കുട്ടികൾക്ക് ഭയം എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ എല്ലാ സൗകര്യങ്ങളും, പൈസ, എന്തിനും പൈസയാണ്. പൈസ ഇഷ്ടം പോലെ ഗൾഫിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നെല്ലാം വരുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ പ്രാരാബ്ദവും ബുദ്ധിമുട്ട് കാര്യമൊന്നും കുട്ടികൾ അറിയുന്നില്ല. അതൊക്കെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു വരുന്നത്, ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് വേണ്ടുന്ന മെയിനായിട്ട് മാറ്റം വരുത്താൻ പറ്റുന്നത് ഈ ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തിട്ടൊന്നും, ഉപദേശം കൊടുത്തതൊന്നുമല്ല. പേടിപ്പിച്ചിട്ട് തന്നെ വളർത്തണം. അപ്പം പഴയ ചൂരൽ കഷായം തിരിച്ചു വരണം. പഴയ പേടിയുള്ള അധ്യാപകരെ പേര് കേൾക്കുമ്പോൾ മുട്ടുവറക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതുപോലെ അങ്കണത്തൈമാവിൽ ആദ്യത്തെ പഴം വീഴുകെ അമ്മതൻ നേത്രത്തിൽ നിന്ന് ഉതിർന്നു ചുടുകണ്ണീർ. വൈലോപ്പിള്ളിയുടെ മാമ്പഴം എന്ന കവിതയാണ്. അങ്കണത്തൈമാവിൽ നിന്ന് പഴം വീണപ്പോൾ അമ്മ എന്തിന് കരഞ്ഞു? അതൊരു സെൻറ്റിമെൻ്റലാണ്. മകനെ ഓർത്തിട്ടുള്ള അമ്മയുടെ, ആ മാമ്പഴം കഴിക്കാൻ മകനില്ലല്ലോ എന്നോർത്ത അമ്മയുടെ ഒരു സങ്കടം, സെൻറ്റിമെൻ്റൽ. അപ്പോൾ അതുപോലുള്ള കഥകളും കവിതകളും കുട്ടികൾ പഠിക്കണം. സാഹിത്യത്തിലും കഥയിലും കവിതയിലും കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ മനസ്സ് കുറച്ചും കൂടി നിർമ്മലമാവും. മനസ്സിൽ ഈ പകയും വിദ്വേഷമൊക്കെ പോയി ഒരു നല്ല മനസ്സ്, ഒരു സുന്ദരമായ നിർമ്മലമായ മനസ്സ് കുഞ്ഞുമക്കൾക്കുണ്ടാവും. അപ്പോൾ ഒന്ന് അതിലേക്ക് തിരിച്ചു പോകണം, സാഹിത്യത്തിലേക്ക് തിരിച്ചു പോകണം, കഥകളിലേക്ക് തിരിച്ചു പോകണം. ഇപ്പം എന്താണ് സിനിമ? നമ്മുടെ മമ്മൂട്ടിയുടെ വാത്സല്യം എന്ന സിനിമ, ആ സിനിമയിൽ ഒരു ഏട്ടൻ അനിയന്മാർക്ക് കൊടുക്കുന്ന കെയറിങ് ആണ്. അനുജന് വേണ്ടിയിട്ട് ജീവിതം, കുടുംബത്തിന് വേണ്ടി ജീവിതം ഓമിക്കുന്ന രാഘവൻ നായർ എന്ന കഥാപാത്രം. ഇനി മമ്മൂട്ടിയുടെ തനിയാവർത്തനം, അതുപോലെ മോഹൻലാലിൻ്റെ, പിന്നെ ലാൽ സാറിൻ്റെ കിരീടം, അതൊക്കെ കുടുംബ ബന്ധങ്ങളുടെ തീഷ്ണത എടുത്തു കാട്ടുന്ന ചലച്ചിത്രങ്ങളാണ്. ഇന്നത്തെ ചിത്രങ്ങളോ അങ്ങനെയല്ല. ഇന്നത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവി മുറിച്ചിട്ട് തിന്നുന്നു, മൂക്ക് മുറിച്ചിട്ട് അച്ചാറുണ്ടാക്കുന്നു, പല്ലടിച്ച് പൊട്ടിക്കുന്നു, അങ്ങനെ വയലൻസ് മാത്രം കാണിക്കുന്ന സിനിമകളായിരുന്നു വരുന്നത്. ഫുൾ വയലൻസ്. ചോരേനെ കൊണ്ട് പുഴയാണ്. ചോര കണ്ടിട്ട് ഈ കുട്ടികൾക്ക് മയക്കുമരുന്ന് അടിച്ച് പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചോരയും കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല്, അങ്ങനെയാണ് ഇന്നത്തെ സിനിമകളും ഇവരുണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വയലൻസ് മൂവികൾ ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഒന്ന് പിന്നെ മാർക്കോ, പിന്നെ ഇപ്പം അടുത്ത് വരുന്ന അധിക ചിത്രങ്ങൾ വയലൻസ്, വിക്രം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്, എണ്ണി പറയുന്നില്ല. അപ്പോൾ അവയൊക്കെ അങ്ങനെയുള്ള സിനിമകളിലെ വയലൻസ് നിരോധിക്കണം, സർക്കാർ ഇടപെട്ട് നിരോധിക്കണം, കുറക്കണം. പിന്നെ അവസാനമായി പറയാനുള്ളത്, പണ്ടാരോ പറഞ്ഞ പോലെ ഈച്ചക്ക് വ്രണം കാണിക്കരുത്,
മക്കൾക്ക് ഓണ കാണിക്കരുത്. അപ്പോൾ എല്ലാവരും മക്കളെ എല്ലാം ഒന്ന് കെയർ ചെയ്താൽ, കുട്ടികളെല്ലാം ഒന്ന് പേടിപ്പിക്കേണ്ടത് പേടിപ്പിച്ച് നിർത്തിയാൽ നാളെ ഒരു നല്ല ജനറേഷൻ ഉണ്ടാവും. ഈ പോകുന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബായ്.